السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഖബർ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഖബർസ്ഥാനിലെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ആ ഖബറാളികൾക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സലാം പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ് പടച്ചറബ് ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് ഞങ്ങളും നിങ്ങളുടെ കൂടെ വന്നു ചേരുന്നതാണ് എന്ന് പറഞ്ഞ് ഖബറാളികൾക്ക് സലാം പറഞ്ഞ് മരണാനന്തര ജീവിതത്തെ ഓർത്തുകൊണ്ട് ആ ഖബർ സന്ദർശിക്കുക എന്നതാണ് ഖബർ സന്ദർശനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ആ സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്തിനാണ്? ഞാൻ ഖബർ സന്ദർശിക്കുന്നത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹ തുരിഖുൽ ഖൽബ് ഫതുദ്മിഉൽ ഐൻ തുദക്കിറുൽ ആഖിറ. തീർച്ചയായും അത് ഹൃദയത്തെ ലോലമാക്കുന്ന, കണ്ണിനെ നിറയ്ക്കുന്ന പരലോക ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഖബറിടങ്ങളെ നിങ്ങൾ സന്ദർശിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെ കിടക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ബാപ്പയാവാം, അല്ലെങ്കിൽ ഉമ്മയാവാം, ഭാര്യയാവാം, മക്കളാവാം, സഹോദരങ്ങളാവാം. അതൊന്നുമല്ലെങ്കിൽ തന്നെ പോലെ മജ്ജയും മാംസവുമുള്ള, തന്നെ പോലെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാകാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ലോലമാകും. എനിക്കും ഒരു പരലോക ജീവിതം വരാനുണ്ടെന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിലേക്ക് വരും. സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അവർക്ക് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിലൂടെ ജീവിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും ചില നേട്ടങ്ങളുണ്ട്. സഹോദരന്മാരെ, ജീവിക്കുന്നവർക്കുള്ള നേട്ടം തദ്കിറുൽ ആഖിറ, അവർക്ക് പരലോകത്തെ ചിന്തിക്കാൻ കഴിയും. വലിൽ മയ്യത്തി ബിദ്ദുആഇ ലഹു, മയ്യത്തിനുള്ള നേട്ടം അദ്ദേഹത്തിൻ്റെ പരലോക വിജയത്തിനായി പ്രാർത്ഥിക്കപ്പെടും എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം സ്ത്രീകളുടെ ഖബർ സന്ദർശനത്തെ കുറിച്ചാണ്. സഹോദരങ്ങളെ, എപ്പോഴെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ സന്ദർശിക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ സന്ദർശിക്കാം എന്നല്ലാതെ ഒരു സുന്നത്തായി സ്ത്രീകൾക്ക് ഖബർ സന്ദർശനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അത് പുരുഷന്മാർ ധാരാളമായി നിർവഹിക്കപ്പെടുന്നത് പോലെ സ്ത്രീകൾ നിർവഹിക്കേണ്ടതില്ല. കാരണം ഒരു പുരുഷനെ പോലെ അത്തരം സന്ദർഭങ്ങളിൽ പിടിച്ചു നിൽക്കാനും ക്ഷമിച്ചു നിൽക്കാനും ഹൃദയങ്ങൾ കുറച്ചുകൂടി ലോലമായതുകൊണ്ട് അവർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. മാത്രമല്ല, നിയന്ത്രണം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇത് സംബന്ധിച്ച് ഇസ്ലാമിക ശരീഅത്തിന്റെ കാഴ്ചപ്പാട്. സഹോദരങ്ങളെ, ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.